5:40 ആയിട്ടുണ്ട്. നമ്മളിന്ന് കണ്ണമാലിക്ക് പോവുകയാണ്. ആലപ്പുഴക്കാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കണ്ണമാലി പള്ളിയിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടുന്ന് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരൊന്നും വെളുത്തിട്ടില്ല, 6:20 ബസ്സേ. അപ്പോൾ എന്നോട് പോകുന്ന വഴിക്ക് പറയണം, വണ്ടി ഇല്ലെങ്കിൽ നിന്നെ ശരിയാക്കി തരുമ്പോൾ എന്നെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ കർത്താവ് വണ്ടി കിട്ടിയേക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഞാനും നടന്നവരോടൊപ്പം. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്യുന്നതോടെ എൻ്റെ ഉള്ളിൽ പേടി, കർത്താവ് വണ്ടിയില്ലേ എനിക്കിട്ട് ചീത്ത കേൾക്കുമല്ലോ ഓർത്തുണ്ട്. അതിന് വണ്ടി വന്ന് എനിക്ക് സമാധാനമായി. ഞങ്ങൾക്കപ്പോൾ കയറിയപ്പോൾ സീറ്റ് കിട്ടി കേട്ടോ. എൻ്റെ മോളാണ് എൻ്റെ അടുത്ത് ഇരിക്കണത്, അപ്പുറത്തെ ഹസ്ബൻഡും മോനുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ യാത്ര തുടരുകയാണ് വീട്ടിലേക്കുള്ള. അങ്ങനെ ഇതേ പോകുന്ന വഴിക്കാണ് ഇതൊന്ന് അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അഴീക്കൽ ഈ തോടും കടലൊക്കെ ഇങ്ങനെ ഒരുപോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വരാറുണ്ട് സ്ഥലങ്ങളൊക്കെ. ഈ കൂടുതലും വെക്കേഷൻ ടൈമിനാണ് പിള്ളേർ, കാറ്റൊക്കെ നല്ല കാറ്റൊക്കെ ആയിരിക്കും അവിടെ, ഒത്തിരി ആൾക്കാരുണ്ടാവും. പിന്നെ ആൾക്കൂട്ടം കണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ, അവിടെ ലേലം വിളിയാണേ. ഈ ടൈമിന് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ ലേലം വിളിക്കാൻ കാണാം. ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലം കാണാവേ, ഇങ്ങനെ തോടും കടലുമായിട്ടൊക്കെ ഇങ്ങനെ യോജിച്ച് കിടക്കണം. ഇപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഈ മഴക്കാലം ഇതെല്ലാം ഇങ്ങനെ ഒരുപോലെ ഒരുമിച്ച് കിടക്കൂടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 35 രൂപ പോയിൻറ്റും കൂടി ഉണ്ട് എൻ്റെ വീട്ടിലോട്ട് എത്തണമെങ്കിൽ. ഇപ്പോൾ ഇരുന്ന് അതിന് വിശപ്പൊക്കെ ഞങ്ങൾക്ക് ബസ്സിനകത്ത് ഇരുന്നപ്പോൾ തന്നെ. പിന്നെ ഇത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ കാണുന്നത്. അവിടെ ഈ മീൻ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അത് സ്റ്റോപ്പ് എത്തിയിട്ട് ഞങ്ങൾ വീട്ടിലേക്കുള്ള റോഡാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഞങ്ങളുടെ അതായത് ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിനൊക്കെ ഇത് റോഡല്ലായിരുന്നു, ഈ കാണുന്ന തോടുകളും വരമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഇതൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞു പ്രായങ്ങളൊക്കെ കഞ്ഞി വാങ്ങിച്ചിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞങ്ങളിത് ഇവിടെയൊക്കെയാണ് പാത്രമൊക്കെ കഴുകാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോൾ അവരെന്നെ കളിയാക്കണം, ഇവിടെ ഒന്ന് കഴുകണമെന്ന് ചോദിച്ചിട്ടുണ്ടൊക്കെ. അപ്പോൾ അതും പറഞ്ഞ് അവരെൻ്റെ കുഞ്ഞു പ്രായം പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ നടക്കണേ. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ചാലാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കെട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ചെമ്മീനും പിന്നെ മീനൊക്കെ കൂടുതലും കരിമീനാണ് ഇതിൻ്റെ അകത്ത് വളർത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാർച്ച് മാസമാണ് ഇതിൻ്റെ അകത്ത് വീശൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ മാസം ലാസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി മീനൊക്കെ വീശണമൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ നേരെ അപ്പുറത്താണ് കെട്ടിടം കണ്ട, അതിൻ്റെ അപ്പുറത്തും നിറയെ സിലോപ്പിയൊക്കെയാണ് വളർത്തുന്നത് വെള്ളത്തിൽ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പയാണ് വരുന്നത്. പുള്ളിക്കാരൻ ഇതിൻ്റെ കിഴക്കുവശം കൊണ്ട് മീൻ ലേലം വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് വരികയാണേ. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോളും വന്നിട്ടുണ്ട്, അത് എൻ്റെ ഒരു കൂട്ടുകാരത്തിയാണ്. അപ്പോൾ മാർച്ച് 19 ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടുന്ന സമയമാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ സമയത്ത് പള്ളിയിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ പഴയ കൂട്ടുകാരെ എല്ലാവരെയും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ മാർച്ച് 19 എന്ന് പറയുമ്പോൾ തന്നെ. അങ്ങനെ അവിടെ അപ്പച്ചൻ മീനും വാങ്ങിച്ചിട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ വീടെത്തി കേട്ടോ. വീടിൻ്റെ അകത്തോട്ട് കയറിയേ. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് വിശക്കണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ മകൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞ് പൊട്ടിച്ച് അമ്മച്ചിക്ക് തരാമെന്ന് പറഞ്ഞതേ. അവൾ അടുക്കളയിൽ പോയി ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ വായി വെച്ച് തന്നെ. അങ്ങനെ എന്താ പറയുക, 8-8:30 ആകുമ്പോഴത്തേക്കും ഈ ചൂട് തുടങ്ങുമല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് ഞാൻ ഉടുപ്പൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞത്. ഷോളൊക്കെ എല്ലാം അഴിച്ച് മാറ്റുന്നുണ്ട്. ഇതെൻ്റെ അപ്പച്ചനാണ്. അപ്പച്ചൻ മരിച്ചിപ്പോൾ പറയുകയാണെങ്കിൽ 10 വർഷമായി. 10 വർഷം അപ്പച്ചൻ ഞങ്ങളിന്ന് വേർപിരിഞ്ഞ് പോയിട്ട്. ഞങ്ങൾ സങ്കടമാണ് ഇപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഓർക്കുമ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വണ്ടിയൊക്കെ കയറി പോവുകയാണ്. എല്ലാവരും കൂടെ ഞങ്ങൾ 5 പേരും കൂടെ തെങ്ങിക്കൂടിയൊക്കെ ഇരുന്നാണ് ഓട്ടോഷത്ത് പോകുന്നത്. ഇവിടെ നിന്നും കുറച്ച് യാത്ര ഞങ്ങൾക്കുണ്ട്. അതായത് ഒരു സ്റ്റോപ്പുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ണമാലി പള്ളിയൊക്കെ. അത് ഞങ്ങളുടെ ഇടവക കണ്ണമാലിയാണ്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ടോയ്സൊക്കെയാണ് കാണുന്നത്. പിന്നെ കൊച്ചൊന്നും ഇല്ലാത്ത കാരണം അവരതൊന്നും ചോദിച്ചില്ല. പക്ഷേ ഫസ്റ്റിൽ ഞാനാണ് ബാഗ് കയറി പിടിച്ചത്. എനിക്കൊരു ഹാൻഡ് ബാഗ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാഗിൻ്റെയൊക്കെ വിലയൊക്കെ തിരക്കി ഒരു ബാഗ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. അപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ടോയ്സൊന്നും നോക്കണ്ട, നമുക്ക് ആദ്യം പള്ളിയിൽ പോയി നേർച്ചയൊക്കെയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഈ സാധനമൊക്കെ കണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുപ്പി ഗ്ലാസും എൻ്റെ കുപ്പി ഗ്ലാസ് ചട്ടി വാങ്ങിക്കല, എവിടെ പോയാലും എനിക്ക് ചട്ടി വാങ്ങിക്കണം. അപ്പോൾ അമ്മച്ചനെ പള്ളിയിൽ തിരിച്ച് വന്നിട്ട് നമുക്ക് ചട്ടിയൊക്കെ വാങ്ങിക്കാം, പള്ളിയുടെ അകത്തെങ്ങനെ ചട്ടിയിട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചൻ എന്നെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് അപ്പുറത്തെ സൈഡാണേ. അപ്പോൾ അപ്പാനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ മോനാണെങ്കിൽ ആ കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്നൊരു കപ്പലെങ്കിലും മേടിച്ചു അതുകൊണ്ട് ഞങ്ങൾ അവിടെ അപ്പോൾ കപ്പലണ്ടി മേടിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഭയങ്കര തിരക്കാണ്ട് ഈ ടൈമാണെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 2:45 സമയമായിട്ടുണ്ട്. ഇപ്പോഴും പള്ളിയിൽ നിന്ന് സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും തിരക്കാണ് നമുക്ക് റോഡിൽ കാണാം.
അപ്പോൾ ഇതേ അമ്മച്ചിയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടത് അമ്മച്ചി അങ്ങനെ വിശേഷമൊക്കെ തിരക്കി ഞങ്ങളെയും വിളിച്ചിട്ട് പിന്നെ അമ്മച്ചി പള്ളിയിലോട്ട് പോവുകയാണ്. ഇതാണ് ഔസേപ്പിതാവിൻ്റെ പള്ളിയിലേക്കുള്ള പ്രധാന കവാടം. ഇതിലേക്കൂടിയാണ് നമ്മൾ പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ എൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ചാപ്പൽ. ഈ ഔസേപ്പിതാവിൻ്റെ പഴയ കുരിശുവരയായിരുന്നു, അതൊക്കെ പൊളിച്ച് നല്ലൊരു ഭംഗിയുള്ള കുരിശുവരയാക്കിയിട്ടുണ്ട്. ആ രൂപം അത് തന്നെ, വലിയൊരു രൂപമൊക്കെയാണ്. ഞങ്ങൾ കുഞ്ഞുനാളിലെ കാണുന്ന ആ രൂപമൊക്കെ തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ എപ്പോഴും ഭയങ്കര തിരക്കാണ് ഈ പള്ളിയിൽ. പെരുന്നാളല്ലേലും തീർത്ഥാടന കേന്ദ്രം ഭയങ്കര തിരക്കാണ്. അപ്പോൾ അമ്മച്ചി അവിടെ ഔസേപ്പിതാവിനെയും എല്ലാവരും ഒന്ന് മൊത്തി. അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് അങ്ങനെ നിന്നപ്പോഴൊരു കാഴ്ച കണ്ടു കേട്ടോ. ഒരു വയ്യാത്തൊരു അമ്മച്ചിൻ്റെ ആ മോനെ എടുത്തുകൊണ്ട് പോണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞ് നമുക്കൊന്ന് നേർച്ചയിടാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളും മോനൊക്കെ നിൽക്കണത് അവർ നേർച്ചയിടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇച്ചിരി പുറകായി പോയായിരുന്നു. അങ്ങനെ ഞാൻ നേർച്ചയിടാൻ വേണ്ടി ഇച്ചിരി പുറകെ അത് അവരപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പോൾ പള്ളിയുടെ അകത്ത് കയറിയപ്പോൾ അമ്മച്ചി പറഞ്ഞത് അച്ഛനത് അടിമ കഴിക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയിരുന്ന കാര്യങ്ങൾ അടിമ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇതേ മോനും മോളും അവരൊക്കെ തന്നെ അടിമ കഴിച്ച്. അതിൻ്റെ പുറകെ ഞാനും എൻ്റെ അമ്മച്ചിയും വന്നിരുന്ന് അടിമ കഴിച്ചു കേട്ടോ. അപ്പോൾ ഒത്തിരി നമുക്ക് പള്ളിയുടെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നും. വേറൊന്നുമില്ല, നല്ല 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 കാഴ്ചകളുണ്ട് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒത്തിരി. അതായത് അതിൻ്റെ അകത്ത് പറയത്തക്കാണ് ഒരു ഫാനാണ് ഉള്ളത്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫാനാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പള്ളിയിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഫാൻ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പള്ളിയുടെ അടുത്ത് ഒത്തിരി കണക്ക് കാറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ഫാനാണേ. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലോട്ട് അത് വാങ്ങിക്കണം കേട്ടോ. അത് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി കൊണ്ട് അവർ ഇറങ്ങിയതാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ കേട്ടോ. അതിൽ 10 കൗണ്ടറുണ്ട്. 10 കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയ ടൈം ആയത് കാരണം 2:30 ആയില്ലേ. അപ്പോൾ രാവിലെയൊക്കെ 7 മണിക്ക് തുടങ്ങുന്നതാണ് ഈ ചോറൂട്ട് പള്ളിയിൽ. അപ്പോൾ രാത്രി 12 മണി വരെ അവിടെ ചോറിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറേ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മച്ചിയും മോനും കൂടി അവിടെ ഞങ്ങൾ ചോറ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളവിടെ ചോറ് വാങ്ങിച്ച് നടക്കുകയാണ് കേട്ടോ. പക്ഷേ അവിടെ തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കസേര ചെല്ലുമ്പോൾ തന്നെ കിട്ടത്തൊന്നുമില്ലേ. നമ്മളിങ്ങനെ കസേര കളി പോലെയാണ്, ആരനെ എഴുന്നേക്കണത് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. വന്നിട്ട് കസേരയും കൊണ്ട് നമ്മൾ കസേര നമ്മൾ എടുത്തുകൊണ്ട് ഓടി വന്ന് നമ്മളും പോയി എടുക്കും കസേര, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് 1905 ഈ നേർച്ച സദ്യ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്ന് കടൽക്ഷോഭമൊക്കെ ഉണ്ടായ സമയത്തായിരുന്നു ഈ നേർച്ച സദ്യയൊക്കെ ആരംഭിച്ചത്. അത് ഒത്തിരി പേര് മരിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ കോളറ എന്ന മഹാമാരി അവിടെ എന്താ പറയുക അവിടെ ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലൂടെയൊക്കെ ഒത്തിരി പേര് മരിക്കുകയും ഒത്തിരി ആൾക്കാർക്ക് എന്താണ് പറയണത് കുറേ നഷ്ടപ്പെടുകയും ബന്ധുക്കളെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ അവർ എല്ലാവർക്കും സങ്കടമായി. അപ്പോൾ അച്ഛൻ പ്രസംഗം പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഞാൻ കേട്ടത്. അങ്ങനെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്കൊരു ഇപ്പോൾ വീട്ടിൽ ഒത്തിരി ആഹാരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അതായത് മാർച്ച് 19 അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാം, അങ്ങനെയാണ്. അപ്പോൾ ആ കോളറ മാറാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥയൊക്കെ കേട്ട് ഞങ്ങൾ ഭക്ഷണമായിട്ടൊക്കെ യഥാസ്ഥാനത്ത് ഞങ്ങൾ ഇരുന്ന് കേട്ടോ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കസേര കിട്ടി. പക്ഷേ എൻ്റെ മോന് കസേര കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞു വേണ്ട അമ്മ ഇരുന്നോ, ഞാൻ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ്. അതാണ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവരെങ്കിലും എവിടെയെങ്കിലും കസേര ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതെ, അപ്പോൾ ഞാൻ ചെന്നിരുന്നപ്പോൾ എൻ്റെ ചേട്ടത്തിയാണ് കേട്ടോ ഇരിക്കണത്. ചേട്ടത്തിയൊക്കെ കുഞ്ഞുമാണേ. അപ്പോൾ ആ ചേച്ചി നോക്കണം ഒരുപോലെ എവിടെയെങ്കിലും കസേര ഉണ്ടാകുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അപ്പോൾ അമ്മ ഇരിക്കുന്നില്ലേ പറഞ്ഞു നമുക്ക് കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കണേ ഞങ്ങൾ ഭക്ഷണം എല്ലാവരും ഇരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു മോക്കളുടെ പാത്രത്തിൽ എന്തൊക്കെ അറിയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു അവൾക്ക് അറിയൊന്നും കൂട്ടത്തൊന്നുമില്ല, അവൾ ഈ പച്ചച്ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ ആ പച്ചച്ചോറ് വാരത്തിനെ നോക്കിക്കൊണ്ട് ഞാനങ്ങനെ കുറച്ച് ഇരുന്ന് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞവർക്ക് കേൾക്കത്തില്ലേ വെച്ചാൽ അവൾ ഈ ചോറ് മാത്രമേ അങ്ങനെ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഊണ് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കൈ കഴുകാൻ വേണ്ടി വന്നേക്കും. അപ്പോൾ ഞാനടുത്ത് അവിടെ തിരക്കായിരിക്കുന്നേ. പക്ഷെ അവിടെ തിരക്കൊന്നും ഇല്ല കേട്ടോ. വേറെ ഒന്നുമില്ല, ഒത്തിരി പൈപ്പുള്ള കാരണം കൈ കഴുകാൻ വലിയ തിരക്കൊന്നും ഇല്ല. പിന്നെ വേറെ ഒന്നുമില്ല, ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചത്. അപ്പോൾ കൈയൊക്കെ കഴിയിട്ട് ഇപ്പോൾ വെള്ളമൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഈ തിരക്കായിക്ക് വിചാരിച്ചാൽ ഞാൻ വെള്ളം വാങ്ങിച്ചില്ല. അപ്പോൾ എൻ്റെ മോളെ എനിക്ക് വെള്ളം വന്നിട്ട് പോയപ്പോൾ കുടിച്ചപ്പോഴത്തേ ഇത്തിരി ചൂടുണ്ട് വെള്ളത്തിനിട്ട്. അപ്പോൾ ഒരു സമാധാനമായി, വേറെ ഒന്നും കൊണ്ടല്ല. എന്താ പറയുക ഈ എരിവിൻ്റെ ഒപ്പം ചൂടുവെള്ളം കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമല്ലേ. അതെ, അപ്പോൾ അമ്മച്ചി തന്നെ നമുക്കൊരു കുർബാനയൊക്കെ കൂടി ഒരു നൊവേനയും കൂടാകുമ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നിരിക്കണേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫാമിലിയിൽ നിന്ന് കുർബാനയൊക്കെ കൂടിയാണ്. അപ്പോൾ ഒരു അനിയത്തിയും കൂടി എനിക്ക് വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അമ്മച്ചി തന്നെ നമുക്കൊന്ന്
ഒരു കുരിശ് വരെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് ഒരു കുരിശ് വരെ പോയിരുന്നു. അതെ, അപ്പോൾ ഇതെന്ന് പറയേണ്ട ഒരു ഇവിടെ കയറുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസം നമ്മുടെ മനസ്സിന്. ഈ കുരിശ് രൂപം നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അമ്മച്ചി പറയണമായിരുന്നു, ഞാൻ എൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെ വരും മോളെ ഇവിടെ വന്നിരുന്നാൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ നിരങ്ങി ഇവിടെ നിന്ന് അമ്മച്ചി ആ രൂപം വരെ നിരങ്ങി അമ്മച്ചി പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് നമുക്ക് അനിയത്തി വന്നിട്ടുണ്ടാകും നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൂട്ടുകാരത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കാണുമെന്ന്. അപ്പോൾ കണ്ടത് ഒരാളെയാണ്. അപ്പോൾ അവളുടെ വിശേഷങ്ങളൊക്കെ തിരക്കി അവളുടെ മോള് BSc നഴ്സിന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കൊരു സന്തോഷമായി അവളെയും കണ്ടാലെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എൻ്റെ മോളാണ് കേട്ടോ തെണ്ടിത്തീരിനൊക്കെ വരുന്നത്. അവൾ എവിടെയോ പോയിട്ട് വന്നിട്ട് സുബിയാൻ്റെ കണ്ടില്ലെന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ മുമ്പിൽ സുബി ആൻറ്റി വന്നിട്ടുണ്ട്. സുബി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ 4 മക്കളാണ്. അതിൽ എൻ്റെ നേരെ ഇളയ അനിയത്തിയാണ് ഇയാൾ. അപ്പോൾ ഇയാളുടെ മോൾക്ക് ഇന്ന് 10ാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചോദിച്ചു എന്ത് പരീക്ഷയായിരുന്നു. അപ്പോൾ ഹിന്ദി ആയിരുന്നു. എക്സാമൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ തിരക്കി പറഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഞാനും എൻ്റെ അമ്മച്ചി വേണ്ടി ഹോസ്പിറ്റലാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അപ്പോൾ അത് കേട്ട് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക റിസൾട്ടുണ്ടെന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് അവർ പറഞ്ഞത് കറക്റ്റ് റിസൾട്ടെന്ന് വരികയാണെങ്കിൽ ഞങ്ങൾ മിക്ക ഹോസ്പിറ്റലായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ എന്താ പറയുക നമ്മൾ തമാശയൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളപ്പോൾ ഈ ടൈമിനൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊക്കെ കൂടണതേ. അപ്പോൾ ഭയങ്കര സന്തോഷം ഉള്ളിൽ. അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞ് നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് കടയിൽ പോയി വല്ലതൊക്കെ ഉണ്ടോ ഇങ്ങനെ പിള്ളേർക്ക് വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരക്ക് പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു കട കിട്ടി കേട്ടോ. അപ്പോൾ പിള്ളേർക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.